ബേബി ഗേൾ ഈ സിനിമ കണ്ടതിന് ശേഷമുള്ളൊരു ഫുൾ റിവ്യൂ ആണ്. നമ്മുടെ അരുൺ വർമ്മയാണ് ഇതിന്റെ സംവിധായകൻ, ബോബി സഞ്ജയ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. കാരണം ഇങ്ങനൊരു ടീം ഒന്നിക്കുമ്പോൾ മിനിമം ഒരു ഗ്യാരണ്ടി പ്രതീക്ഷയാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, കണ്ടന്റ് നല്ലതാണെങ്കിൽ അതെങ്ങനെ കുളമാക്കാമെന്ന് തോന്നിയൊരു സിനിമയാണ് ഈ ബേബി ഗേൾ. ഒരു കുട്ടിയുടെ മിസ്സിങ്ങുമായിട്ട്, സ്പോയിലർ ഒന്നും പറയുന്നില്ല, ഒരു മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നിവിൻ പോളിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പൊ സർവ്വമായ എന്ന് പറയുന്നൊരു മെഗാ ഹിറ്റ് ചെയ്തതിനു ശേഷമാണ് നിവിൻ പോളി നിൽക്കുന്നത്. ഈ സർവ്വമായ്ക്കകത്ത് നിവിൻ പോളി ഉണ്ടെങ്കിൽ അത് സൂപ്പറാത്തുള്ളൂ, കാരണം ആ ചാമും എല്ലാം കിട്ടും. ഇതിനകത്ത് നിവിൻ പോളിക്ക് വരെ ആരായാലും ഓക്കെയാണ്. പക്ഷെ ഇതിനകത്ത് നിവിൻ പോളി വലിയ കുഴപ്പമില്ലാതെ ചെയ്തേക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് രണ്ടുപേര് നന്നായിട്ട് ചെയ്തേക്കുന്നതിൽ ഒന്ന് സന്ദീപും രണ്ട് ലിജോ മോളുമാണ്. അവർ രണ്ടുപേരുടെയും പെർഫോമൻസ് സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ചൊക്കെ എൻഗേജിങ് ആണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയെടുക്കുന്നത് ഫസ്റ്റ് ഹാഫ് നന്നായിട്ടാണ്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ഈ ത്രില്ലിംഗ് എലമെന്റ്സ് എല്ലാം പോയി, ട്രാഫിക് മോഡലൊക്കെ പടം ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ത്രില്ലിംഗ് എലമെന്റ്സ് എല്ലാം അങ്ങ് മാറി ഫുള്ളിലെ ഇമോഷൻസ് എല്ലാം അവിടെ കയറ്റി വാരി വലിച്ചിട്ട പോലെ തോന്നി. ഷമ്മി തിലകന്റെ മോൻ അഭിമന്യു മാർക്കോയിലൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ കോളമാക്കിയിട്ടുണ്ട്. ഒരുപാട് മിസ്കാസ്റ്റിംഗ് ഉള്ളൊരു സിനിമയാണ്. സംവിധായകൻ വലിയ കുഴപ്പമില്ലാതെങ്കിലും സ്ക്രിപ്റ്റ് വളരെ മോശമാണ്. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, അടുത്ത എന്താണ്, ക്ലൈമാക്സ് എങ്ങനെയാണ്. ഈ ഒരു ത്രില്ലർ മൂഡിലുള്ള പടത്തിന് നമുക്ക് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഒരു ഗുമ്മ് കിട്ടുന്നത്. അങ്ങനെ ഒരു സംഭവങ്ങൾ ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ തീരെ തന്നെ ഇല്ല. സെക്കൻഡ് ഹാഫ് അമ്പേ പാളിപ്പോയെന്ന് പറയാം. നമുക്ക് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടിറങ്ങുമ്പോൾ ഒരു രക്ഷയില്ല, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറും. എന്നാൽ എന്തെങ്കിലും ഉണ്ട്, ഫസ്റ്റ് ഹാഫിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നും. അന്നേരം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് അമ്പേ പാളി എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ മാത്രം റിവ്യൂ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും സിനിമ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും നിവിൻ പോളി സിനിമയിൽ നിന്ന് പോയി നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് വലിയൊരു സിനിമയായിട്ട് പോയി കാണണ്ട. വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയെന്നൊരു രീതിയിൽ നിങ്ങൾ ഈ സിനിമയെ കണ്ടാൽ മതി.